നമ്മളെ ലോക ചരിത്രം പഠിക്കുമ്പോഴേ അവിടെ വിസ്മയങ്ങൾ തീർത്ത ചില വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. 1769 ഫ്രാൻസിനടുത്തുള്ള കോർസിക്ക ദ്വീപിൽ ഒരു വക്കീലിൻ്റെ മകനായി ജനിച്ച ആളായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. 1821 അദ്ദേഹം മരിച്ചു. 52 വർഷക്കാലം ആണ് അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചത്. എന്നാൽ നെപ്പോളിയൻ ചക്രവർത്തി ഒരു ചരിത്ര പുരുഷനാണ്. തലമുറകളെ സ്വാധീനിച്ച ഒരു നല്ല ഭരണാധിപനായിരുന്നു നെപ്പോളിയൻ ചക്രവർത്തി. അദ്ദേഹത്തെ പറ്റി 100 ഗ്രേറ്റ് ലൈഫ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ജോൺ കാനിങ് പറയുന്നു, നെപ്പോളിയൻ വാസ് എ മാഗ്നറ്റിക് പേഴ്സണാലിറ്റി. മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ, മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമായിരുന്നു നെപ്പോളിയൻ. അതുപോലെ തന്നെ ഫ്രാൻസിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞ ഒരു നേതാവായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹം 27ാമത്തെ വയസ്സിൽ ഫ്രഞ്ച് പട്ടാളത്തിലെ ഒരു ജനറലായി മാറി. 1804 അദ്ദേഹം ഫ്രാൻസിലെ ചക്രവർത്തിയായി. 1811 അദ്ദേഹം യൂറോപ്പിൻ്റെ അധിപതിയായി, യൂറോപ്യൻ ചക്രവർത്തിയായി. അദ്ദേഹം 40 യുദ്ധങ്ങൾ ജയിച്ചു. ഇങ്ങനെയൊക്കെ വലിയൊരു ഭരണാധിപനായിരുന്നു നെപ്പോളിയൻ. എന്തൊക്കെയാണ് നെപ്പോളിയൻ്റെ സംഭാവനകൾ? നെപ്പോളിയൻ വാസ് എ സ്റ്റേറ്റ്സ്മാൻ. ആരാണ് സ്റ്റേറ്റ്സ്മാൻ? സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്നയാൾ ഭാവി തലമുറകളെപ്പറ്റി ചിന്തിക്കുന്നയാളാണ്. അങ്ങനെ ഭാവി തലമുറകളെപ്പറ്റി ചിന്തിച്ച ഒരു ഭരണ വിദഗ്ധനായിരുന്നു നെപ്പോളിയൻ. ഭരണ നൈപുണ്യമുള്ള ഒരാളായിരുന്നു നെപ്പോളിയൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു ദേശീയ വികസനം. ഫ്രാൻസിലെ റോഡുകളും കനാലുകളുമൊക്കെ അദ്ദേഹം പുനരുദ്ധരിച്ചു. അങ്ങനെ ദേശീയ വികസനം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഫ്രാൻസിലെ സീൻ നദിക്ക് കുറുകെ അദ്ദേഹം പ്രധാനപ്പെട്ട 4 പാലങ്ങൾ പണിതു. അതുപോലെ തന്നെ നെപ്പോളിയൻ വലിയൊരു എഡ്യൂക്കേഷനിസ്റ്റായിരുന്നു, ഒരു വിദ്യാഭ്യാസ ചിന്തകനായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെപ്പറ്റി അദ്ദേഹം വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ഇതിലൊക്കെ ഉപരിയായി നെപ്പോളിയൻ ഫ്രാൻസിലെ നിയമങ്ങളെ ക്രോഡീകരിച്ചു. നമുക്കറിയാം, അതൊരു 17-18 നൂറ്റാണ്ടുകൾ എന്ന് പറയുമ്പോൾ അത് ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കാലഘട്ടമാണ്. എങ്കിൽ നിയമങ്ങൾ പരിഷ്കരിച്ചിട്ട്, നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് അത് സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാക്കി കൊടുത്തത് നെപ്പോളിയനാണ്. റോമിലെ ജസ്റ്റീനിയൻ കഴിഞ്ഞാൽ ഇതുപോലെ ലോകത്ത് നിയമങ്ങളെ ക്രോഡീകരിച്ച് ഒരു നിയമസംഹിതയാക്കി ഉണ്ടാക്കിയത് നെപ്പോളിയനാണ്. കോഡ് നെപ്പോളിയൻ. ഒരുപക്ഷെ നെപ്പോളിയനുള്ള ഏറ്റവും വലിയ സ്മാരകം ഈ കോഡ് നെപ്പോളിയൻ ആയിരിക്കും. അപ്പോൾ അദ്ദേഹം വലിയൊരു നിയമജ്ഞനായിരുന്നു, നിയമ പണ്ഡിതനായിരുന്നു, ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു, ഒരു മിലിറ്ററി ജീനിയസ് ആയിരുന്നു. 40 യുദ്ധങ്ങൾ ജയിച്ചു. ഭാവി തലമുറകളെപ്പറ്റി ചിന്തിച്ച സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു. അതുപോലെ നെപ്പോളിയൻ ഒരിക്കൽ പറഞ്ഞു, ഐ ആം ദ റെവല്യൂഷൻ. 1789 നടന്ന ഫ്രഞ്ച് വിപ്ലവം, ആ ഫ്രഞ്ച് വിപ്ലവത്തിലെ ജനാധിപത്യ അംശങ്ങൾ ഫ്രാൻസിലെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തത് നെപ്പോളിയനാണ്. ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയും. ഫ്രാൻസ് അരാജകത്വത്തിലേക്ക് പോയപ്പോൾ, വിപ്ലവം കഴിഞ്ഞ് അരാജകത്വത്തിലേക്ക് പോയപ്പോൾ നെപ്പോളിയനാണ് അരാജകത്വം മാറ്റിക്കൊടുത്ത് അവിടുത്തെ ഫസ്റ്റ് കോൺസൽ, 1ാം പ്രധാനമന്ത്രിയുമായി ചാർജ് എടുത്ത് ഫ്രാൻസിൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തത്. അങ്ങനെ നെപ്പോളിയന് വലിയ സംഭാവനകൾ കൊടുക്കുവാനുണ്ട്. അദ്ദേഹം ഒരു സ്ഥിരമായി പരിശ്രമിച്ചുകൊണ്ടേയിരുന്ന ആളാണ്, ഒരു സ്ഥിരോത്സാഹിയായിരുന്നു. ദ വേർഡ് ഇമ്പോസിബിൾ എന്ന് പറയുന്ന വാക്ക് ഇല്ല അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ. ഏത് കാര്യവും സാധ്യമാണ് അദ്ദേഹം വിശ്വസിച്ചു. സ്ഥിരമായ പരിശ്രമം. അദ്ദേഹം പറയും, ഞാനെപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, പരാജയങ്ങളിലും എൻ്റെ നക്ഷത്രം എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നെപ്പോളിയൻ പറയുമായിരുന്നു. അപ്പോൾ നെപ്പോളിയൻ ചക്രവർത്തി
ലോകത്തിലെ എല്ലാ ഭാവി ഭരണാധിപന്മാർക്കും ഒരു മാർഗദർശിയായിരുന്നു. എങ്ങനെയാണ് ദേശീയ വികസനം കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് നൂതനമായ ആശയങ്ങൾ കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് നിയമരംഗത്ത് നിയമപരിഷ്കാരം കൊണ്ടുവരേണ്ടത്. അപ്പോൾ അദ്ദേഹം ഒരു യോദ്ധാവ് മാത്രമായിരുന്നില്ല, ഒരു നല്ലൊരു ഭരണാധിപനായിരുന്നു, ഒരു നല്ലൊരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ആയിരുന്നു. 52 വർഷം മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. നെപ്പോളിയൻ യൂറോപ്പിലെ അധിപതിയായിരുന്നുവെങ്കിലും 1814 വാട്ടർലൂ യുദ്ധത്തിൽ അദ്ദേഹത്തെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ശക്തികൾ തോൽപ്പിച്ചു കളഞ്ഞു. ഓസ്ട്രിയ, പ്രഷ്യ, റഷ്യ, സ്വീഡൻ, ഇംഗ്ലണ്ട് ഇവരെല്ലാവരും കൂടി നെപ്പോളിയനെതിരെ ഒന്നിച്ചൊരു മുന്നണി ഉണ്ടാക്കി നെപ്പോളിയനെ വാട്ടർലൂ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 1814 തോൽപ്പിച്ച് കളഞ്ഞു. നമുക്കറിയാം, വാട്ടർലൂ എന്ന് പറയുന്നത് പരാജയത്തിൻ്റെ അവസാനത്തെ വാക്കാണ്. അതിനുശേഷം അദ്ദേഹത്തെ സെൻറ്റ് ഹെലീന എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാടുകടത്തി അവിടെ 6 വർഷക്കാലം അദ്ദേഹം അലഞ്ഞു നടന്നു. അതിനുശേഷം അദ്ദേഹം 1821 മരിച്ചു. അപ്പം നെപ്പോളിയൻ ഒരു ചക്രവർത്തിയായിരുന്നു. ജനാധിപത്യത്തിൻ്റെ കാലഘട്ടത്തിൽ ചക്രവർത്തിമാരുടെ പേര് നമ്മൾ പറയാറില്ല, എങ്കിലും നെപ്പോളിയൻ്റെ സംഭാവനകൾ എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ജനാധിപത്യ അംശവും വിദ്യാഭ്യാസവും ഭരണപരിഷ്കാരങ്ങളും ദേശീയ വികസനവും നിയമപരിഷ്കാരവും എല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്.